ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് നമുക്ക് ഒരു ട്രാവൻകൂർ സ്റ്റൈൽ ഒരു ചെമ്മീൻ്റെ ഒരു കറി വയ്ക്കാം. ട്രാവൻകൂർ ചെമ്മീൻ കറി നോക്കിയേ, ചെമ്മീൻ കിട്ടിയിട്ടുണ്ടോ? അപ്പോൾ നമ്മുടെ ആ ചെമ്മീൻ കറിക്കുള്ള നമുക്കൊരു മസാല ഉണ്ടാക്കാം. നമ്മുടെ പാൻ വെച്ചിരിക്കുകയാണ്. പാൻ അങ്ങനെ ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ നല്ല ശുദ്ധമായ നമ്മുടെ വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മൾ കോക്കനട്ട് ഓയിൽ ഒരു 10 ml ഉണ്ട്, 10 മില്ലി കേട്ടോ. അപ്പോൾ 10 മില്ലി എണ്ണ ഒഴിച്ച് ഒരു അരമുറി ഒരു നാളികേരമുണ്ട്, അതുപോലെ ഒരു 2-3 പീസ് കരിവേപ്പില, ചെറിയ ഉള്ളി, അടുത്തത് നമ്മൾ ചെറുള്ളിയാണ്, ഒരല്പം വെളുത്തുള്ളി, ഒരു 5 ഗ്രാം വെളുത്തുള്ളി ഇട്ടു, ഒരു 2 ഗ്രാം ഇഞ്ചി ഇട്ടു, ഒരു 3 ഗ്രാം കാശ്മീരി ചില്ലി പൗഡർ, ഒരു 5 ഗ്രാം നമ്മുടെ മല്ലിപ്പൊടി, അതിവിടുത്തെ നോക്കി ശകലം നമ്മുടെ മഞ്ഞൾപ്പൊടി, അതിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ആ പച്ചമുളക് ഒന്ന് ജസ്റ്റ് ഒന്ന് മാറണം വരെ. ആ ചെമ്മീൻ കറിക്കുള്ള നമ്മുടെ ഒരു മസാല ഉണ്ടാക്കാം. ഓക്കെ, അല്പം നമ്മുടെ വെളിച്ചെണ്ണ ഒഴിക്കുകയാണെ, ആ കോക്കനട്ട് ഓയിൽ ഒഴിക്കുകയാണ്. ഒരു 10 ml ഉണ്ട്, 10 ml വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ നല്ല മൂത്തൊലിക്കുകയാണ്. അതിൽ നോക്കി ഒരു 2 ഗ്രാം ഉലുവ ഉലുവ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടുമ്പോൾ നമ്മുടെ കടുക് ഇടണം. ഒരു 2 ഗ്രാം കടുകുണ്ട്. അങ്ങനെ ഉലുവ ഒന്ന് മൂത്ത് അപ്പോൾ നമ്മുടെ കടുക് ഇടണേ. കടുക് ഉലുവ കൊണ്ട് മൂത്തിരിക്കുകയാണ്. ഇനി അടുത്ത് ചേർക്കാമ്പോൾ നമ്മുടെ ആ കരിവേപ്പില കേട്ടോ, കരിവേപ്പില ഇട്ടു, ഒരു 2 ഗ്രാം ഇവിടെ ആ വെളുത്തുള്ളി ഇട്ട്, ഒരല്പം പച്ചമുളക്, ഒരു 3-4 പച്ചമുളക്, ഒരു പച്ചമുളകൊന്നും എല്ലാം ഇട്ടു, ഒരു 2 ഗ്രാം ഇഞ്ചി വേണം. ആ ഇഞ്ചിയും പച്ചമുളകും എല്ലാം മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് നോക്കി ആ ചുവന്നുള്ളിയും സവോളയും കൂടെ അരി വെച്ചിരിക്കുകയാണ്, അതും കൂടെ ചേർക്കാൻ പോകണം. 2 സവോള ഉണ്ട് കേട്ടോ. ഇത് 1/2 കിലോ നമ്മുടെ പ്രോൺസ്, 1/2 കിലോ 500 ഗ്രാം പ്രോൺസ് ഉണ്ട്. ഒരു 150 ഗ്രാം സവോള, 150 ഗ്രാം സവോള ഉണ്ട്. അപ്പോൾ നമ്മുടെ ആ മസാല എങ്ങനെ ആ സവോളയൊക്കെ നല്ല വാടി വന്നിരിക്കുകയാണ്. ഒരു 3 ഗ്രാം മഞ്ഞൾപ്പൊടി എടുക്കുകയാണ്, 3 ഗ്രാം മഞ്ഞൾപ്പൊടി ഉണ്ട്. ഒരു 10 ഗ്രാം നമ്മുടെ കാശ്മീരി മുളക് പൊടി ചേർക്കുകയാണ്. എനിക്ക് സ്പൈസി വേണം, അതുകൊണ്ട് ഞാൻ ചേർന്നത് കേട്ടോ. എനിക്ക് നല്ല സ്പൈസിയുള്ള ഫുഡൊക്കെ ഇഷ്ടം. അതോടൊപ്പം തന്നെ ഒരു 5 ഗ്രാം നമ്മുടെ ആ മല്ലിപ്പൊടി എടുക്കണം. 5 ഗ്രാം മല്ലിപ്പൊടി ഉണ്ട് കേട്ടോ, അത് വിട്ടു. ഒരു 2 ഗ്രാം ആ കുരുമുളകും പൊടി എടുത്ത് ചേർക്കണം. ഒരല്പം ഉപ്പിടുവാണ്, ഒരു 5 ഒന്ന് വാട്ടുന്നു. ആ മസാലയുടെ ആ പച്ചമുളകൊക്കെ ഒന്ന് പോകുമ്പോൾ നമ്മുടെ തക്കാളിക്ക് കൊണ്ട് ഇടാം. ഒരു തക്കാളിക്ക് ഉണ്ട് കേട്ടോ, ഒരു തക്കാളിക്കുള്ള ചോപ്പ് വെച്ച് തക്കാളിക്ക, ണേ ആവശ്യമുള്ള വെള്ളമൊക്കെ ഒഴിച്ചു. അതിലേക്ക് നമ്മുടെ അരിഞ്ഞ് വെച്ച് നമ്മുടെ ആ മുരിങ്ങ ചേർക്കാൻ പോലെ മുരിങ്ങ നോക്കി നമ്മുടെ ആ മുരിങ്ങ നല്ല ബന്ധിരിക്കുകയാണ്. അപ്പോൾ ആ ബന്ധിരിക്കാൻ മുരിക്കാതെ ഒരു 2 പീസ് നമ്മുടെ ആ കുഴമ്പുള്ളി വെള്ളം ഒഴിക്കുകയാണെ, കുഴമ്പുള്ളി വെള്ളം ഒഴിച്ച് നമ്മുടെ അരപ്പിടാൻ പോകണേ. അരപ്പിട്ട് മുമ്പ് നമ്മൾ അരച്ച അരപ്പ് ചേർക്കാൻ പോകണം. നമ്മൾ അരപ്പൊക്കെ ചേർത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആ നോക്കി നല്ല ആ കുറുക്കി മസാല ഇട്ട് നമ്മുടെ ആ ചെമ്മീൻ ഇടാൻ പോകണേ, പ്രോൺസ് ഇടാൻ പോകണേ. ഒരു 7 മിനിറ്റ് മതി മൊത്തം ചെമ്മീൻ കുക്കിംഗ് ടൈം കേട്ടോ. അത് ഓവർ കുക്കായാൽ അത് ഭയങ്കര ഒരു ഹാർഡായി പോകും. അപ്പോൾ ആ ചെമ്മീനൊക്കെ ചേർത്ത് ഒന്ന് ഇളക്കാം.
അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു ഞാൻ വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ അടുത്ത വീഡിയോയിൽ എത്തും വരെ വണക്കം.